കന്നിമാസത്തിലെ വളരെ വിശേഷപ്പെട്ട ആചാരമാണ് മഹാലക്ഷ്മി വ്രതം. വിജയദശമിയുടെ അടുത്ത ദിവസം വരുന്ന വെളുത്തപക്ഷ ഏകാദശി ദിവസമാണ് കമല ഏകാദശി അഥവാ മഹാലക്ഷ്മി വ്രതം വരുന്നത്. അതിശ്രേഷ്ഠമായ ഈ വ്രതം 12 വർഷം മുടങ്ങാതെ അനുഷ്ഠിച്ചാൽ ഏതു വിധത്തിലുള്ള ദാരിദ്ര്യ ദുഃഖവും അകന്ന് സമ്പൽ സമൃദ്ധിയും സർവ്വവിധ ഐശ്വര്യങ്ങളും കൂടാതെ സമസ്ത സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. ആരോഗ്യം, ധനം, ഐശ്വര്യം, മനസമാധാനം, സന്തതി പരമ്പരകൾ, വിജയം, ദീർഘായുസ്, കീർത്തി എന്നീ 8 ഭാഗ്യങ്ങളുടെ അഭാവം ദാരിദ്ര്യം എന്ന നിർവചനത്തിൽ വരും. ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ ഈ പറഞ്ഞ ദുഃഖങ്ങളെല്ലാം തന്നെ അകന്നു പോകുന്നതാണ്. 2025 ഒക്ടോബർ 3-ാം തീയതി വെള്ളിയാഴ്ചയാണ് കമലാവ്രതം അല്ലെങ്കിൽ മഹാലക്ഷ്മി വ്രതം. നമ്മുടെ വീട്ടിൽ തന്നെ മഹാലക്ഷ്മി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അന്ന് പുലർച്ചെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്നു കുളിച്ച് ശുദ്ധമായി ലക്ഷ്മി നാരായണ പൂജ ചെയ്യാവുന്നതാണ്. ലക്ഷ്മി നാരായണ വിഗ്രഹമോ ചിത്രമോ വെച്ചാണ് ലക്ഷ്മി നാരായണനെ പൂജിക്കേണ്ടത്. ഓം ലക്ഷ്മി നാരായണ നമഃ എന്ന മന്ത്രജപമാണ് ഈ പൂജയിൽ പ്രധാനം. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 108 തവണ വീതം ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഇനി തുളസിച്ചെടിക്ക് സമീപമിരുന്ന് പൂജിക്കുന്നതും വളരെ നല്ലതാണ്. 1008 തവണ ഈ മന്ത്രം ജപിച്ചാൽ അതിലൂടെ ഫലസിദ്ധി അത്ഭുതകരമായിരിക്കും. കന്നിമാസത്തിലെ മഹാലക്ഷ്മി വ്രതം എടുക്കുന്നവർ നെല്ലിമരം നട്ടു വളർത്തുന്നത് മഹാലക്ഷ്മി പ്രീതിക്ക് നല്ലതാണ്. ശ്രീ പരമേശ്വരൻ കുബേരന് ഉപദേശിച്ചു കൊടുത്തതും ഇത് തന്നെയാണ്. തൻ്റെ രാജധാനിയായ അളകാപുരി മുഴുവൻ ശിവന്റെ ആജ്ഞപ്രകാരം കുബേരൻ നെല്ലിമരങ്ങൾ നട്ടുവളർത്തി. അങ്ങനെ അളവില്ലാത്ത ധനത്തിനും യശസ്സിനും പാത്രമായ കുബേരൻ മഹാലക്ഷ്മിയോടുള്ള ഭക്തിയാദരവിൽ ശ്രീ മഹാലക്ഷ്മി അഷ്ടകം രചിച്ച് നിരന്തരം ജപിച്ച് അഷ്ടൈശ്വര്യങ്ങൾ നേടി. അതുകൊണ്ട് തന്നെ നാളെ ഭക്തിപൂർവം ലക്ഷ്മി നാരായണനെ മനസ്സിൽ സങ്കല്പിച്ച് മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലി പ്രാർത്ഥിച്ചാൽ അഷ്ടദാരിദ്ര്യ ദുഃഖങ്ങളും മാറി ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും നിറയുന്നതുമാണ്.